ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ അഗെയിൻ. ഇന്ന് നമ്മൾ നല്ലൊരു ചില്ലി പ്രോൺ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഞാൻ ഹോൾ പ്രോൺ എടുത്തേക്കുന്നത്. അതിൻ്റെ നാരെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചു. അതിലോട്ട് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച്, ഒരുപാട് എണ്ണയൊന്നും വേണ്ട. അത് ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന പ്രോണിനെ ഓരോന്നോരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. നമുക്ക് പ്രോണിന് ശരിക്കും പറഞ്ഞാൽ കുക്കിംഗ് ടൈം ഒരു 7 to 8 മിനിറ്റ്സ് മതി. ഇത് സ്കിന്നോട് കൂടി ആയതുകൊണ്ട് ഞാനൊരു 10 മിനിറ്റ്സ് എടുക്കുന്നുണ്ട്. മൊത്തം ഓൾ ടുഗെദർ 10 മിനിറ്റ്സ് എടുക്കുന്നുണ്ട് കുക്കിംഗ് ടൈം, ഒരു 2 മിനിറ്റ് എക്സ്ട്രാ. അപ്പം പിന്നെ ഈ പ്രോൺ ഇരിച്ച് ക്രഞ്ചി ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. അതാണ് എനിക്കൊന്ന് ടേസ്റ്റും അത് തന്നെയാണ്. ഒരുപാട് വെന്ത് പോയാലും കൊള്ളില്ല. അപ്പം നമ്മുടെ പ്രോൺ ഒരുവിധം അതിൻ്റെ സ്കിന്ന് കണ്ടോ നല്ല ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് അത്യാവശ്യം വേണ്ട സ്പൈസ് ചേർക്കാം. ഞാനിതിലോട്ട് ഒരു ഇടത്തരം സവാള പൊടിയായിട്ട് അരിഞ്ഞതും, ഒരു കഷ്ണം ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും, ഒരു 5 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും, പിന്നെ ഒരു 4-5 പച്ചമുളകും കൂടെ അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലോട്ട് ഒരു 1.5 സ്പൂൺ സോയാ സോസ് ഒഴിക്കാം. അതുപോലെ 1.5 സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ ചില്ലി സോസും കൂടെ അങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പക്ഷേ ചില്ലി സോസ് ഒരുപാട് എരിവുള്ളതല്ല. അപ്പോൾ എരിവ് നമ്മൾ ആവശ്യത്തിന് നമ്മുടെ ഓരോരുത്തർ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാൻ ശ്രമിക്കണം കേട്ടോ. അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തു. തീ കുറച്ചിട്ടേക്കുവാണ്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നോക്കിക്കേ, അതിൽ വെള്ളം എല്ലാം ഊറി വന്നതുണ്ടോ. നമ്മൾ സോസും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിനോട് ഉപ്പും കൂടി ചേർത്ത് പതുക്കെ അതിൽ ബാക്കിയുണ്ടായിരുന്ന വെള്ളം കൂടെ ഇറങ്ങി വന്നു. ഇനി നമുക്ക് അതൊന്ന് അടച്ച് വെക്കാം. ഇനി പ്രോൺ ചേർത്തതിന് ശേഷം നമുക്കൊരു 4-5 മിനിറ്റും കൂടെ കുക്ക് ചെയ്താൽ മതി. കാരണം ഓൾറെഡി നമ്മളൊരു 4 മിനിറ്റ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മൊത്തം ഒരു 8 മിനിറ്റൊക്കെ അടുത്ത് മതി പ്രോപ്പറായിട്ട് കുക്കാവാനായിട്ട്. പക്ഷെ നമ്മൾ ഷെല്ലുള്ളതുകൊണ്ട് ഒരു 2 മിനിറ്റും കൂടെ എക്സ്ട്രാ എടുക്കുന്നത് മാത്രം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കാം. നോക്കിക്കേ, നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. വേറെ ഒരു എക്സ്ട്രാ എന്താ പറയണേ, ഒരു സംഭവങ്ങളും ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു സംഭവങ്ങളും ചേർത്തില്ല. നമ്മൾ നമ്മുടേതായ സോസുകളും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം ചേർത്തിട്ടുണ്ട്. എക്സ്ട്രാ കളറൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു ഉദ്ദേശിച്ചത്. ഇനിയിപ്പോൾ ഒന്നും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വയ്ക്കാം. നമുക്കൊന്ന് അടച്ച് വെച്ച് ഞാൻ പറഞ്ഞില്ലേ, ഒരു 4-5 മിനിറ്റ് കൂടെ വേവിച്ചാൽ മതി. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിനിടയ്ക്ക് ഉപ്പൊക്കെ ഒന്ന് പാകത്തിന് നോക്കിക്കോളൂ. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ആഡ് ചെയ്യുക. ഇപ്പോൾ ഈ ഉപ്പിന് നമുക്ക് പ്രത്യേകിച്ച് ഇത്ര ഉപ്പൊന്ന് കണക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓരോരുത്തരുടെ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയി. ഇപ്പോൾ ഓൾറെഡി നല്ല സൂപ്പറായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ചില്ലി പ്രോൺ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ പ്രോണാണ്. ഇപ്പോൾ അതിൽ ഗസ്റ്റ് വന്നൊക്കെ തന്നെ പ്രസൻറ്റ് ചെയ്യാവുന്ന നല്ല അടിപൊളി സംഭവം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അതിന് സൂപ്പറാണ്. പക്ഷെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ് താനും. ഈ മസാല കൂടെ ചേർത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ, പറയാൻ മറക്കല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ വെയിറ്റ് ചെയ്യാം. താങ്ക് യു.